കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയെങ്കിലെ സന്തോഷം എന്നും നമ്മുടെ ബലമാണ്. എപ്പോഴാണെന്നറിയാം, പ്രതിസന്ധി വരുമ്പോൾ, വേദന വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, വിലാപങ്ങൾ വരുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ ഒരിടമുണ്ട്. ഓടിച്ചെന്ന് ആശ്രയിപ്പാൻ ഒരിടമുണ്ട്. കരുതുന്നവൻ ഞാനല്ലയോ എന്ന് പറയുന്ന ശബ്ദമുണ്ട്. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ നമ്മുടെ ദൈവമാണ്. ചെങ്കടലിലും വഴി തുറക്കുന്ന ദൈവം, എൻ്റെ മഹത്വം നീ കാണാൻ പറയുന്ന ദൈവശബ്ദം ഇന്ന് പ്രഭാതത്തിലും അവിടെ നമ്മെ കേൾപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ദയ നിരന്തരമാണ്. തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന ദൈവം തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട അവരെ രക്ഷിക്കുന്നുണ്ട്. യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിച്ച ആ വ്യക്തിത്വത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്ന അത്ഭുതം ചെയ്തൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ധൈര്യപ്പെടുകയും എഴുന്നേൽപ്പാൻ പറഞ്ഞ ദൈവസാന്നിധ്യം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ധൈര്യപ്പെടുന്നു. പലപ്പോഴും ധൈര്യം ചോർന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിടിയും, നമ്മുടെ ശരീരത്തെ ബാധിക്കും. പക്ഷേ അതിൻ്റെ നടുവിലും എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്ത ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് തയ്യാറാവും. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. ഇന്നലകൾ നടത്തിയ ദൈവം, ഇറങ്ങി വന്ന ദൈവം, വിടുവിച്ച ദൈവം, സഹായിച്ച ദൈവം, ശക്തീകരിച്ച ദൈവം ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. സഹോദരങ്ങളെ, ആഴങ്ങൾ വരുമ്പോഴോ ആഴി വരുമ്പോഴോ സങ്കടങ്ങൾ പൊങ്ങി വരുമ്പോഴും ഇട്ടേച്ചു പോകുന്നൊരു ദൈവമല്ല. സങ്കീർണമായ വിഷയങ്ങൾ വന്നിട്ട് എനിക്കിത് പറ്റില്ല എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത്. ഏത് സാഹചര്യത്തിലും എനിക്ക് കഴിയും, ഞാൻ പ്രവർത്തിക്കും, ഞാനത് ചെയ്തിരിക്കുന്നു, ഞാൻ ഇറങ്ങി വന്ന് സകല കുരുക്കുകളെയും അഴിക്കുമെന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പ്രഭാതത്തിൽ അവിടെ നമ്മളെ കേൾപ്പിക്കും. നമുക്കഴിക്കാൻ പറ്റാത്തത് അഴിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ കഴിവുള്ള ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ ദൈവം ഏതവസ്ഥയിലും ഇറങ്ങി വരാം. എല്ലാവരും തള്ളിക്കളയുന്ന വിഷയമാകട്ടെ, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതാകട്ടെ, നിങ്ങൾ മടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വിഷയമാകട്ടെ, അതിന്മേലും സഹോദരങ്ങളെ വീര്യം പ്രവർത്തിക്കാൻ, അത്ഭുതം പ്രവർത്തിക്കാൻ, തിന്മകളെ നന്മയാക്കാൻ, ദോഷത്തെ ഗുണമാക്കാൻ, വിലാപത്തെ നൃത്തമാക്കാൻ, രട്ടിനെ സന്തോഷമാക്കാൻ, വിഷാദ മനസ്സിന് ആനന്ദം പകരാൻ ഇന്നും എൻ്റെ ദൈവം മതിയായവനാണ്. സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അബ്രഹാമിനോട് ദൈവം പറയുക, അബ്രഹാമേ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഞാൻ സർവശക്തനായ ദൈവമാണ്. നിൻ്റെ ശരീരത്തിനകത്ത് ജീർണത വന്നു, സാറയുടെ ഗർഭപാത്രവും നിർജ്ജീവമായിപ്പോയി. പക്ഷെ ഞാൻ സർവശക്തനാണ്, ഞാൻ ജീവിപ്പിക്കുന്നവനാണ്, ഞാൻ വിളിച്ചു വരുത്തുന്നവനാണ്, റിവൈൻഡ് ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിയും. ഇതാ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇന്ന് പകൽ ചില കുടുംബങ്ങളോട്
പലതും ഡെഡായി അടഞ്ഞുപോയി, ഇനിയും ഒരു പ്രവൃത്തി ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് പറയുന്ന ശബ്ദം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ആ ദൈവപ്രവൃത്തിക്കായി ഇന്ന് പകലൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ദൈവം അത്ഭുതം ചെയ്യും. 3-ാം സങ്കീർത്തനം 5-ാം വാക്യം സുപരിതമാണ്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനാണ്. അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയപ്പോൾ അവിടെയും താൻ പാടുകയാണ്. ഓടിപ്പോകുമ്പോഴും പാട്ട് പാടണം, സങ്കടം വരുമ്പോഴും പ്രാർത്ഥിക്കണം, വേദന വരുമ്പോഴും പുറവുറുക്കരുത്. ഫിലിസ്തീൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോഴും, ഫിലിസ്തീൻ ശക്തിയുടെ മുമ്പിൽ അകപ്പെട്ട അവിടുന്ന് പ്രാണരക്ഷാർത്ഥം ഇതുപോലെ ഓടിപ്പോയപ്പോഴും താൻ പാടി, ഞാൻ യഹോവയെ എല്ലാക്കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഇവിടെയും അതുപോലെ വൈരികൾ പെരുകിയിരിക്കുമ്പോൾ എതിർക്കുന്നവർ അനേകരാകുക മാത്രമല്ല, ദൈവം വിചാരിച്ചാൽ പോലും നിനക്ക് രക്ഷയില്ലെന്ന് പറയുമ്പോൾ ദാവീദ് പാടുകയാണ്, ഞാൻ കിടന്നുറങ്ങി. കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ കിടന്നുറങ്ങി. 4-ാം സങ്കീർത്തനത്തിൽ ഇതിൻ്റെ നടുവിൽ വൈരികൾ പെരുകിയിരിക്കുമ്പോൾ, പ്രാണൻ അപകടത്തിലാകുമ്പോൾ, ദൈവം നോക്കിയപ്പോൾ നിനക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ നടുവിലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ, ടെൻഷനില്ലാതെ ഉറങ്ങാൻ. കാരണം നീ യഹോവ എനിക്ക് ചുറ്റും. അവിടെ മുമ്പത്തെ വാക്യം, പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തും. ഇത് അതിൻ്റെ അകത്തുണ്ട്. എൻ്റെ പരിചയ എന്നെ സൂക്ഷിക്കുന്നവൻ, എൻ്റെ തൊടാൻ പറ്റാതെ എന്നെ പരിപാലിക്കുന്നവൻ, എനിക്ക് മഹത്തായൊരു പ്രതിഫലം എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. യഹോവനെ എഴുതിയിട്ടുണ്ട്, ഞാൻ കിടന്നുറങ്ങി. പ്രിയരെ, പ്രതിസന്ധി വരുമ്പോഴും ഉറങ്ങണം. കൂളായിട്ടിരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. നിരാശപ്പെടരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ബലം ചോർന്നു പോകരുത്, ധൈര്യം കെട്ടുപോകരുത്. കാരണം നീ യഹോവയെ എനിക്ക് ചുറ്റും പരിചയമാണ്. അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ നടക്കും, സമാധാനത്തോടെ ഉറങ്ങും, എല്ലാം ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്യും. ആവർത്തിച്ച് പറയുന്നു, മൈൻഡ് ഇടിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ ബാധിക്കും, എല്ലാ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. ഒരുറപ്പ്, ദൈവം എനിക്ക് ചുറ്റും പരിചയമാണ്, ദൈവം എൻ്റെ പ്രതിഫലമാണ്, ദൈവത്തിങ്കിൽ തന്നെ എനിക്ക് രക്ഷ, എൻ്റെ മഹിമയും എൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ പക്കലാണ്. ദാവീദ് അതുകൊണ്ടാണ് 62 അങ്ങനെ പറയുക. നമുക്കിന്ന് പകലൊന്ന് പ്രഖ്യാപിക്കാം, ഞാൻ കൂളായിട്ട് പോകും, ഞാൻ കിടന്നുറങ്ങി. അടുത്ത ഭാഗം ഒന്ന് നോക്കണേ പ്രിയരെ, വളരെ ശ്രദ്ധേയമാണ് ഓരോ വാക്യത്തിൻ്റെ ആഴങ്ങളും. യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ദാവീദിനറിയാം, താങ്ങാൻ മാനുഷികമായ ആരുമില്ല. കൈത്താങ്ങ് നൽകാനോ നല്ല വാക്ക് പറയാനോ, പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും കഷ്ടങ്ങൾ വരുമ്പോഴും സഹോദരങ്ങളെ ആരുടെയിൽ നിന്നും നല്ലൊരു വാക്ക് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ കയ്യിലിരിപ്പാൽ അങ്ങനെ സംഭവിക്കേണ്ടതാകുന്നു. നന്നായി നന്നായി എന്ന് പറഞ്ഞു ദാവീദിനോട് മറ്റൊരു സങ്കീർത്തനത്തിൽ. ഇങ്ങനെയൊക്കെ അവസ്ഥകളിലൂടെ വരും. അതുവരെയുള്ള ബന്ധങ്ങൾ പലതും അസ്തമിപ്പിക്കും. പിന്നെ കണ്ടിട്ടും കാണാതെ ആളുകൾ പോവും, എല്ലാവരും മറക്കും, അകലം വിട്ട് സഞ്ചരിക്കും. പക്ഷേ യഹോവ എന്നെ താങ്ങും. ആരും താങ്ങിയില്ലെങ്കിലും ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന, ഉണർത്തുന്ന, ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്. ആർക്കും താങ്ങാൻ പറ്റാത്തയിടത്ത് നിങ്ങളെ താങ്ങുന്ന ഒരു കരം. ഒന്ന് സ്തോത്രം ചെയ്തോളൂ. നിങ്ങളുടെ വിഷയത്തിൻ്റെ സങ്കീർണത, ആ കുരുക്കിൻ്റെ ആഴം ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. പലരും മാറിക്കാണും, ആക്ഷേവാക്കൾ പറഞ്ഞു കാണും, നീ പോ എന്ന്
ദാവീദിനെതിരെ പൂഴിമണ്ണ് വാരിയിട്ട് ആക്ഷേപിച്ച വ്യക്തികളുണ്ട്. എപ്പോൾ തകർന്നു പോയപ്പോൾ, സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നപ്പോൾ, കഷ്ടത രൂക്ഷമായപ്പോൾ, ബലമില്ലാതാവോളം കരയേണ്ടി വന്ന സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. പക്ഷേ ദാവീദിന് പറയാനുള്ളത്, അങ്ങനെ താങ്ങിയത് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ മൂവ് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇന്നു പകലിലും നിങ്ങളുടെ കുടുംബത്തെ ദൈവം താങ്ങും, നിങ്ങളുടെ തലമുറകളെ ദൈവം താങ്ങും, നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളെ ദൈവം താങ്ങും, അഭിഷക്തന്മാരെ ദൈവസഭകളെ ദൈവം താങ്ങും. താങ്ങുന്ന ഒരുവൻ വീഴാതെ വണ്ണം എഴുന്നേൽക്കാതെ വണ്ണം നിങ്ങൾക്കെതിരെ ശത്രു ശക്തികൾ പലതും ഒരുക്കുമ്പോൾ കൂളായിട്ട് എഴുന്നിട്ട് പറ, ഞാൻ സമാധാനത്തോടെ മൂവ് ചെയ്യും. യഹോവയെ ഞാൻ എഴുന്നേൽക്കും. യഹോവയെ താങ്ങിയാൽ ഞാൻ ഉണർന്നിരിക്കും, ഞാൻ എഴുന്നേറ്റിരിക്കുന്നു, ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവ്, ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. സമാധാനത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഒരു ദൈവിക സമാധാനം ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളെ താങ്ങുന്ന കരത്തിന് സ്തോത്രം, ഞങ്ങളെ സഹായിക്കുന്ന കരത്തിന് സ്തോത്രം, ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന കരത്തിന് സ്തോത്രം. അങ്ങ് താങ്ങുന്നത് കൊണ്ടാണ് പിതാവേ ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. അങ്ങ് താങ്ങുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഉണരുന്നത്. അങ്ങ് താങ്ങുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസം നടക്കുന്നത്. നിങ്ങളുടെ ശ്രേഷ്ഠഭുജത്തിനായി സ്തോത്രം. ബലത്തോടെ ഞങ്ങളെ ഇന്ന് പകൽ നയിക്കണം. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യമില്ല. സകല മഹത്വം അങ്ങയുടെ പാദപീഠത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കാം. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, താങ്ങുന്ന ഒരുവൻ, ഉണർത്തുന്ന ഒരുവൻ, നടത്തുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. ഈ വചനങ്ങൾ allora സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്തുവിച്ചു.